എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നാളെ അവസാനിക്കും. അതുകൊണ്ട് തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ നാളെ വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇതുവരെ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാവുന്നതാണ്. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നും ഏത് സ്കൂളിൽ എത്രാമത്തെ ഓപ്ഷനാണ് അതുപോലെ ഏത് കോഴ്സിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതും കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടും കാണാൻ സാധിക്കുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട് റിസൾട്ട്സ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിക്കാവുന്നതും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്യാനായിട്ട് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ അല്ലെങ്കിൽ പ്രിൻറ്റ് അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതും ആണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ സ്കൂളിൽ നിന്ന് പ്രിൻ്റ് ഔട്ട് എടുത്ത് തരുന്നതായിരിക്കും. ഇതിനോടൊപ്പം നിങ്ങൾ SSLC സർട്ടിഫിക്കറ്റ്, TC, സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ബോണസ് പോയിൻറ്റ്, ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റുകൾ, അത് ക്ലബ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ക്ലബ് സർട്ടിഫിക്കറ്റുകൾ ഇത്രയും, അതുപോലെ തന്നെ EWS റിസർവേഷൻ ഉള്ള വിദ്യാർത്ഥികൾ ആ ഒരു സർട്ടിഫിക്കറ്റ് കൂടി, അതുപോലെ തന്നെ ഇൻകം അതായത് ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ ഇൻകം സർട്ടിഫിക്കറ്റ് കൂടി കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ പറഞ്ഞ പ്രകാരമുള്ള ഫീസ് കൂടി കയ്യിൽ കരുതുക. അതുപോലെ നിങ്ങൾക്ക് നിലവിൽ അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിങ്ങൾ മറ്റൊരു സ്കൂളിലേക്ക് മാറാൻ ആഗ്രഹിക്കാത്ത ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ നിങ്ങൾ യൂണിഫോം വാങ്ങിക്കാനുള്ള ഫീസ് കൂടി എടുക്കേണ്ടതാണ്. യൂണിഫോമിന് ഏകദേശം ഒരു 1000 അല്ലെങ്കിൽ 1500 രൂപയ്ക്കുള്ളിലാണ് ഫീസ് വരിക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ഫീസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ നാളെ വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ഈ ഒരു സെക്കൻഡ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നാളെ വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് തന്നെ പോയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.